പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ വൈദിക സഹോദരന്മാരെ, ഇത് പുതു ഞായറാഴ്ചയാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 25ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ സമാരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഈ ഞായറാഴ്ചയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷം യോഹന്നാൻ്റെ 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതക് അടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. മലയാളക്കരയിൽ ഈ ഞായറാഴ്ചയുടെ പേര് പുതു ഞായറാഴ്ച എന്നാണ്. പാശ്ചാത്യ സഭയിൽ അതിനെ വൈറ്റ് സൺഡേ, ഒന്നുകൂടി ചുരുക്കി വിറ്റ് സൺഡേ എന്ന് പറയാറുണ്ട്. ആദിമ സഭയിൽ മാമോദീസ അർത്ഥികൾ 2 വർഷത്തെ വിശ്വാസ പഠനത്തിന് ശേഷം മാമോദീസ മുക്കപ്പെട്ടിരുന്നത് പ്രധാനമായും ഈസ്റ്റർ രാത്രിയിലാണ്. എല്ലാ വിശ്വാസികളും അന്ന് പള്ളിയിൽ രാത്രി ചെലവഴിച്ചിരുന്നു. സുദീർഘമായ ശുശ്രൂഷ, അതിൻ്റെ അവസാനം പുതു ക്രിസ്ത്യാനികൾ മാമോദിസ മുങ്ങിയ ശേഷം യേശുവിൻ്റെ തിരുശരീരരക്തങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ നീണ്ട ഒരുക്കം പൂർത്തിയാക്കുന്നു.
നമ്മളെ സംബന്ധിച്ച് പുതുഞായർ എന്ന് നാം പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതിനാൽ എല്ലാ അർത്ഥത്തിലും പുതുക്കം. പാശ്ചാത്യ രാജ്യങ്ങളിൽ മുമ്പ് കാലത്ത് 6 മാസത്തോളം വിൻ്റർ, ശൈത്യകാലമായിരുന്നു. വൃക്ഷങ്ങളെല്ലാം ഇല പൊഴിക്കുകയും ഒരുമാതിരി ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീണ്ടും അന്തരീക്ഷം ചൂടാകുമ്പോൾ ഈ ഉണങ്ങി നിന്ന ചെടികളെല്ലാം വീണ്ടും പുഷ്പിക്കുകയും മനോഹരമായ പുഷ്പങ്ങളെ കൊണ്ട് നിറയുകയും ചെയ്യുന്ന ഒരു കാലമാണ്. 1500-ാം ആണ്ടിനോട് അടുത്ത് ജീവിച്ചിരുന്ന മാർട്ടിൻ ലൂതർ പറഞ്ഞു, ബൈബിളിൽ മാത്രമല്ല ഈസ്റ്റർ ഉള്ളത്, പ്രകൃതിയിലും ഈസ്റ്റർ ഉണ്ട്. പ്രകൃതി തന്നെ ഈ ഈസ്റ്ററിൻ്റെ സന്ദേശം നമ്മളോട് പറയുന്നു. പുതുക്കം. നമ്മളും ഈ പുതുക്കത്തിൻ്റെ കാലത്ത്, സന്തോഷകരമായ ഒരു കാലത്താണ് ഇപ്പോൾ നാം ജീവിക്കുക. 50 ദിവസത്തെ ഉപവാസം, വർജന, ശക്തമായ നോമ്പ്, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഉയർപ്പ് കാലത്ത് ഒരാൾ ഉപവസിക്കാൻ പാടില്ല എന്നാണ് സഭയുടെ നിയമം. ഇത് സന്തോഷത്തിൻ്റെ കാലമാണ്, അതുകൊണ്ട് ദുഃഖിച്ചിരിക്കുവാനുള്ള സമയമല്ല. നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമായ ഉയർപ്പ് കാലം, അതേ അർത്ഥത്തിൽ നമുക്ക് ജീവിക്കാം. എന്നാൽ ഇവിടെ പറയുന്ന വിചിത്രമായ ഒരു കാര്യം, സ്ലീഹന്മാരെ സംബന്ധിച്ച് അവർ ഈ സന്തോഷത്തിൻ്റെ അരൂപിയിലേക്ക് പ്രവേശിച്ചില്ല. കർത്താവ് ഖബറിൽ നിന്ന് പുറത്തു വന്നു, ഒരു പുതിയ ശരീരത്തോടുകൂടി. പഴയ ശരീരം കടന്നുപോയി, ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. ഈ ശരീരത്തിന് ടൈം ആൻഡ് സ്പേസ് ശരീരത്തെ ബാധിക്കുന്നില്ല. ഈ ശരീരത്തിന് വേദന അനുഭവപ്പെടില്ല, വിശപ്പ് അനുഭവപ്പെടുകയില്ല, ക്ഷീണം അനുഭവപ്പെടുകയില്ല, വാർദ്ധക്യം അനുഭവപ്പെടുകയില്ല. ഒരേ സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സന്നിഹിതനാകുവാൻ ഉള്ള ഒരു പ്രത്യേകമായ ഫാക്കൽറ്റി ഈ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിനുണ്ട്. വളരെ കാലം ഒരു കൊക്കൂണിനകത്ത് ജീവിച്ച പട്ടുനൂൽ പുഴു ചിറക് വെച്ച് പുറത്തു വരുമ്പോൾ അത് സന്തോഷത്തോടുകൂടി പാറിപ്പറന്ന് ജീവിക്കുന്നത് പോലെ യേശു തൻ്റെ പുതിയ ശരീരവുമായി, മഹത്വപൂർണമായ ശരീരവുമായി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്ലീഹന്മാർ എന്താണ്? യേശു ഖബറിൽ നിന്ന് പുറത്തു വന്നു, സ്ലീഹന്മാർ ഖബറിന് ഉള്ളിലായി. എന്താണ്? അവർ മരിച്ചടക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല, അവർ യഹൂദരെ കുറിച്ചുള്ള ഭയനിമിത്തം കതകും ജനലും അടച്ച് അടക്കത്തിൽ മാത്രം വർത്തമാനം പറഞ്ഞ് അവരവിടെ ഉണ്ട് എന്ന് ആരെയും അറിയിക്കാതെ രഹസ്യമായി ജീവിച്ചത് കാരണം നമ്മൾ പറയും, ഒരു വാച്യാർത്ഥത്തിലല്ല വ്യംഗ്യാർത്ഥത്തിൽ നമ്മൾ പറയും, യേശു ഖബറിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സ്ലീഹന്മാർ ഖബറിനുള്ളിലേക്ക് കയറി. അതിനാൽ അവരെ ബാധിച്ചിരുന്നത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിച്ചിരുന്ന ഭയം. അത് കാരണത്താൽ ഈ ശരീരം, ദേഹം, ആത്മാവ് ഇവയെല്ലാം ക്ലോസ്ഡ് ആയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെയാണ്
ഇവിടെ യഹൂദന്മാരുടെ ഭയനിമിത്തം കതകളും ജനലുകളും അടച്ചിരുന്ന ആ മുറി സൂചിപ്പിക്കുന്നത് സ്വയനിർമ്മിതമായ വാൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റാണല്ലോ. ഈ ചിതൽപുറ്റിനുള്ളിൽ, ഈ വാൽമീകത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകമായ സ്ഥിതി. എന്നാൽ അങ്ങനെ ഇരിക്കാനല്ല സ്ലീഹന്മാരുടെ വിളി. അവർ സന്തോഷത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, ആത്മധൈര്യം പ്രാപിച്ച് പുറത്തുപോയി സുവിശേഷം അറിയിക്കുവാനുള്ളവരാണ്. ഇവിടെ യേശു വന്നത് തികച്ചും അപ്രതീക്ഷിതമായ രീതിയിലാണ്. ക്ഷണിക്കപ്പെടാത്തവനായിട്ടാണ് യേശു വന്നത്. ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാം, അൺഎക്സ്പെക്റ്റഡ്, അൺഇൻവൈറ്റഡ്, അൺവാണ്ടഡ് എന്നൊരു പക്ഷേ നമുക്ക് തികച്ചും പറയാൻ പറ്റിയില്ലെങ്കിലും ഈ സ്ലീഹന്മാരെ സംബന്ധിച്ച് യേശുവിൻ്റെ സാന്നിധ്യം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ ഒരിക്കലും യേശുവിനായി വാതിൽ തുറന്ന് കാത്തിരുന്നില്ല. അതിനാൽ അവൻ ഈ അടക്കപ്പെട്ട സ്ലീഹന്മാരുടെ മനസ്സുകളിലേക്കും ആത്മാക്കളിലേക്കും അവന് കടന്നു വരികയാണ്. മറ്റ് സ്ലീഹന്മാർ യേശുവിനെ കണ്ടു, തോമാസ് സ്ലീഹായോട് സാക്ഷിച്ചു, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. പക്ഷേ ഈ തോമസ് അന്ന് സ്ഥലത്തില്ലായിരുന്നു. 12 പേര്, ദ 12 എന്ന് പറയുന്ന കൺസെപ്റ്റ് ശ്ലൈഹിക സമൂഹമാണ്. യേശു പലപ്പോഴും, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ പലപ്പോഴും ദ 12 എന്ന് പറഞ്ഞാൽ 12 സ്ലീഹന്മാരെ ഉദ്ദേശിച്ചാണ്. ഇവർ ഒരുമിച്ചിരിക്കേണ്ടവരാണ്, ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്, ഒരുമിച്ച് സ്വപ്നം കാണേണ്ടവരാണ്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം ഒരുമിച്ച് നടത്തേണ്ടവരിൽ ഒരാളായിട്ട് അല്ല, ഒരുമാതിരി ഒറ്റയാനയായിട്ട് തോമസ് സ്ഥലം വിടുകയാണ്. യേശുവിനെ കണ്ടവരെ അവൻ വിശ്വസിച്ചില്ല. ആദ്യം സ്ത്രീകൾ, പുരാതന രീതി അനുസരിച്ച്, അന്നത്തെ രീതി അനുസരിച്ച് സ്ത്രീകളുടെ സാക്ഷ്യം കോടതിയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. 2 പുരുഷന്മാർ ഒരുമിച്ച് ഒരു കാര്യം കണ്ടതായിട്ടോ കേട്ടതായിട്ടോ അനുഭവിച്ചതായിട്ടോ കോടതി മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയാലേ ആ സാക്ഷ്യത്തിന് വിലയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 2 പുരുഷന്മാർ, പത്രോസും യോഹന്നാനും, യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ കണ്ടതായി പറയുന്നത്. എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, അവരുടെ സ്ഥിതി പറയുന്നുണ്ട്. they were deeply depressed. യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പദ്ധതിയെ സംബന്ധിച്ചും ഒരു വലിയ പരാജയബോധം അവരുടെ മനസ്സിൽ വന്നു. അവർ ഇങ്ങനെയൊന്നുമല്ല യേശുവിനെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ മ്ലാനവതരായിരുന്നു. അവർ തലകുനിച്ച് റോഡിൽ നോക്കി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ അവരുടെ കൂട്ടത്തിൽ കൂടി അവരോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത്? അങ്ങനെ ചോദിച്ച് അവൻ പോകുന്ന വഴിയിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം അവർക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അവരോടൊപ്പം യേശു വീട്ടിൽ പ്രവേശിച്ച് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. 2 അനുഭവങ്ങളാണെന്ന് പറയുന്നത്. വചനം വിസ്തരിച്ചപ്പോൾ, വചനം മുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ഈ 2 പുരുഷന്മാരുടെ സാക്ഷ്യവും
വിശ്വസിക്കേണ്ടതായിരുന്നു. പക്ഷേ അവൻ ഒന്നുകൂടി തൻ്റെ പൊസിഷൻ ഒന്നുകൂടെ ഓബ്സ്റ്റിനേറ്റ് ആക്കുവാണ്. അവൻ പറഞ്ഞു, അവൻ്റെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇവിടെ ഇവൻ്റെ ശാഠ്യം മനസ്സിലാക്കി തന്നെയാണ് യേശു വന്നതുപോലെ യേശു അവനെ മുമ്പോട്ട് വിളിക്കുകയാണ്. ഈ തോമായ്ക്ക് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെട്ടതുപോലെ വേറെ ആരെയും യേശു സംബോധന ചെയ്യുന്നില്ല. ഇവനെ മാത്രം മുമ്പോട്ട് വിളിച്ചിട്ട് തൻ്റെ കൈകളും കാലുകളും വിലാപ്പുറവും അവനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ വരിക, നീ തൊട്ടു നോക്കുക, നീ കാണുക, അനുഭവിക്കുക, എൻ്റെ ചങ്കിൽ കൈവെക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം തോമാസ് ശ്ലീഹ പ്രതികരണശേഷിയുള്ള ഒരു ശിഷ്യനായിട്ടാണ് സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. യേശു ലാസറിനെ ഉയർപ്പിക്കാനായി യൂദയായിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, യഹൂദർ നിന്നെ കൊല്ലാൻ ആലോചിക്കുകയാണ്, നീ ഇപ്പോൾ വീണ്ടും യൂദയായിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ലാസർ മരിച്ചു കഴിഞ്ഞിരുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യമാണ് യേശു ഉണർത്താൻ പോകുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ തോമാസ് ശ്ലീഹ പറയുന്നുണ്ട്, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. യേശു പറഞ്ഞു, ഞാൻ ഒരു വഴി പോവുകയാണ്, നിങ്ങൾക്ക് എന്നെ പിൻപറ്റാൻ പറ്റില്ല. ഞാൻ പോകുന്ന അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ സാധിക്കുകയില്ല. അപ്പോൾ തോമാസ് ശ്ലീഹയാണ് പറയുന്നത്, നീ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിന്നെ അനുഗമിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്ത് മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു തോമാസ് ശ്ലീഹ. പാശ്ചാത്യ ബൈബിൾ പണ്ഡിതന്മാർ തോമായെ വിളിക്കുന്നത് ഡൗട്ടിങ് തോമസ് എന്നാണ്, സംശയാലുവായ തോമ. പക്ഷെ അങ്ങനെ ഒരു പദം സുവിശേഷത്തിലില്ല. ഇവിടെ സംശയാലുവായ തോമയല്ല, അവിശ്വാസിയായ തോമ. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നാണല്ലോ യേശു പറഞ്ഞത്. ഒരിക്കലും സംശയത്തിൻ്റെ വിഷയമല്ല ഇവിടെ. നമ്മൾ മുറിപ്പാടുകളെ എന്തുകൊണ്ട് യേശു തൻ്റെ ഉത്ഥാനം കഴിഞ്ഞിട്ട് ഈ മുറിപ്പാടുകൾ ശരീരത്തിൽ സൂക്ഷിച്ചു? എന്തുകൊണ്ട്? ഒരു മഹത്വത്തിൻ്റെ പ്രകാശം കൊണ്ട് യേശുവിന് വേണമെങ്കിൽ ഈ ഡീപ്പ് വൂൺസ് മറയ്ക്കാമായിരുന്നു. ലോകം കണ്ടതിൽ വലിയ ദൈവശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അക്വൈനാസ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സുമ്മ തിയോളജിയെ, അതിൻ്റെ 3-ാം വാല്യം, ക്വസ്റ്റ്യൻ 54, ആർട്ടിക്കിൾ 4, അവിടെ പറയുന്നു 5 കാരണങ്ങൾ. ഒന്ന്, യേശു എന്തുകൊണ്ട് തൻ്റെ മഹത്വപൂർണമായ ശരീരത്തിലെ മുറിവുകൾ സൂക്ഷിച്ചു? നമ്പർ 1, ഒന്നാമത്തെ ഉത്തരം, അത് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായിരുന്നു, ബലഹീനതയുടെ അടയാളമല്ല. അദ്ദേഹം പറയുന്നത്, ദീസ് വൂൺസ് വെർ ട്രോഫി ടു ജീസസ്. നമ്മൾ ഒരു വലിയ വേൾഡ് ഫുട്ബോൾ മത്സരത്തിൽ 5 കിലോ തൂക്കമുള്ള ഒരു സ്വർണ്ണ ട്രോഫി ആഘോഷമായി കൊണ്ടു നടക്കുന്നത് പോലെ കർത്താവ് ഈ മുറിവ് ഒരു ട്രോഫിയായിട്ട് കൊണ്ടു നടന്നു. 2,
ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം കുരിശിൽ തൂങ്ങി മരിച്ച യേശു തന്നെയാണ് ഈ ഉയർത്തെഴുന്നേറ്റ യേശു എന്ന ഒരു കണ്ടിന്യൂറ്റി വിത്ത് ദ ഹിസ്റ്റോറിക്കൽ ജീസസ്. അതുകൊണ്ട് ഇവൻ ഒരു ഫാൻറ്റമല്ല, ഇത് ഒരു മായാജാലമല്ല, ഇത് യഥാർത്ഥത്തിൽ മാംസവും രക്തവുമുള്ള ഒരു ശരീരമാണ് ഈ മുറിപ്പാടുള്ള ശരീരം. 3, യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ പിതാവിനെ ഈ മുറിവുകൾ കാണിച്ചിട്ടാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം അതിനേക്കാൾ കൺവിൻസിങ്ങായി ലോകത്തോടുള്ള തൻ്റെ സ്നേഹം പിതാവിനെ ബോധ്യപ്പെടുത്താൻ അതിനേക്കാൾ വലിയ തെളിവ് കൊടുക്കാനില്ല. 4, രക്ഷിതരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു അവരുടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത വലിയ വില രക്ഷിക്കപ്പെട്ടവർ മനസ്സിലാക്കണം. എങ്കിലേ അവരുടെ ഹൃദയത്തിൽ സന്തോഷവും കൃതജ്ഞതയും ഉണ്ടാവുകയുള്ളൂ. അവസാനമായി കർത്താവ് തന്നെയാണ് ദുഷ്ടരെ നിത്യ നരകത്തിനായിട്ട് വിധിക്കുക. ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ കൂട്ടുകാർക്കുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞ് അവരുടെ ആത്യന്തികമായ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ അവിടെയും യേശു തൻ്റെ മുറിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്തപിക്കുവാനോ എന്നിലേക്ക് വരുവാനോ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യമായ ശിക്ഷ കിട്ടും എന്ന് താൻ തെളിയിക്കുകയാണ്. തോമാസ് ശ്ലീഹയെ സംബന്ധിച്ചിടത്തോളം തോമാസ് ശ്ലീഹ മുറിവുകളിൽ തൻ്റെ വിരലുകൊണ്ട് തൊട്ടോ മാറിടത്തിൽ കൈവച്ചോ എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിൽ അങ്ങനെ കാണാറില്ല. എന്നാൽ എല്ലാ പടങ്ങളിലും ചങ്കിലുള്ള മുറിവിൽ വിരലുകൊണ്ട് തൊടുന്ന തോമാസ് ശ്ലീഹയെയാണ് നമ്മൾ ആർട്ട് വർക്കുകളിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ സുവിശേഷത്തിൽ തൊടാൻ പറഞ്ഞതേ ഉള്ളൂ, തൊട്ടതായി അവിടെ പറയുന്നില്ല. എങ്കിലും ഏതാണ്ട് വെടിമരുന്നിന് തീ പിടിച്ച പോലെ പെട്ടെന്ന് ഒരു എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് തോമാസ് ശ്ലീഹായിൽ നിന്നുണ്ടായത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് അവൻ അട്ടഹസിച്ചു. ഈ 2 ഗോഡ് ആൻഡ് ലോഡ്, ഈ 2 പ്രസ്താവങ്ങളിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മുഴുവൻ അന്തസ്സത്ത അതിനകത്ത് ഉൾക്കൊള്ളുകയാണ്. പത്രോസ് ശ്ലീഹ ആദിമ ക്രിസ്ത്യാനികൾക്ക് എഴുതി പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം, അവനെ നിങ്ങൾ കണ്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. നമ്മുടെ ഇന്നത്തെ ക്രൈസ്തവമായ അന്തരീക്ഷമാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്. നിങ്ങൾ അവനെ കണ്ടിട്ടില്ല, യേശുവിൻ്റെ തലമുറയിൽ ജീവിച്ചവരല്ല, അടുത്ത തലമുറ അവരാരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവരോ അനുഭവിച്ചിട്ടുള്ളവരോ അല്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ അവാച്യമായ, വാക്കുകളില്ലാത്ത മഹത്വപൂർണമായ സന്തോഷത്തിന്, രക്ഷയ്ക്ക് നിങ്ങൾക്ക് കാരണമാകും. തോമാസ് ശ്ലീഹയുടെ ഇൻക്രെഡിലിറ്റി, അവിശ്വാസം,
ഒരു അവിശ്വാസം തന്നെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്നാപക യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവന് പല ചിന്തകളും അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അവൻ സാക്ഷിച്ച യേശു മിശിഹ, അവൻ മിശിഹ തന്നെയാണോ? കാരണം അവൻ മിശിഹ ആയിരുന്നെങ്കിൽ ഞാൻ ഈ കാരാഗൃഹത്തിൽ കിടന്ന് നരകിക്കുന്നത് എന്തുകൊണ്ട് അവൻ കണ്ടില്ല, എന്നെ രക്ഷിച്ചില്ല, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് തിരക്കിയില്ല? ഇതെല്ലാം അവൻ്റെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടാക്കി. അവൻ അവൻ്റെ ശിഷ്യന്മാരെ വിട്ട് യേശുവിനോട് ചോദിച്ചു, നീ തന്നെയാണോ യഥാർത്ഥത്തിൽ വരാനുള്ളവൻ, അതോ ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണോ? ഇത് ഡൗട്ട് അബൌട്ട് ഹിസ് പേഴ്സണാലിറ്റി ഓഫ് ദ മെസ്സയ. എന്നാൽ തോമസ് ലീഹായെ സംബന്ധിച്ച് യേശുവിൻ്റെ പേഴ്സണാലിറ്റിയുടെ വിഷയമല്ല, യേശു അവന് പ്രത്യക്ഷനായില്ല എന്നുള്ള ആ വലിയ കുണ്ഠിതം ആണ് അവനെ ഈ കടുംപിടുത്തത്തിന് പ്രേരിപ്പിച്ചത്. എന്നാൽ യേശു അവനെ വിധിക്കുകയോ അവനെ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല. പിന്നെയോ അവൻ്റെ അവിശ്വാസം വിശ്വാസത്തിലേക്ക് ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ ശിഷ്യ സമൂഹം വിട്ട് ഒറ്റയാനയായി പോയി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ആ ഒറ്റപ്പെട്ട മനുഷ്യനെ ഇപ്പോൾ ശിഷ്യ സമൂഹത്തിലേക്ക് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ഒരു ഇൻ്റഗ്രേഷൻ തോമസ് ലീഹയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ശിഷ്യന്മാരുടെയും കാര്യത്തിൽ ഉണ്ടായി. യേശു അവർക്ക് 3 ദാനങ്ങൾ കൊടുത്തു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ 3 വാക്കുകളും പി എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങും. പീസ്, പവർ, പർപ്പസ്. പീസ്, ഷാലോം എന്ന വാക്കിന് സമാധാനം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, ഐശ്വര്യം, അനുരഞ്ജനം, റിക്കൺസിലിയേഷൻ, ഇതൊക്കെയാണ്. അപ്പോൾ പീസ് ബി വിത്ത് യു എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ എല്ലാ പരാജയങ്ങളും, അവർ യേശുവിനെ ഉപേക്ഷിച്ചു പോയതും യേശുവിനോട് അവിശ്വസ്തത കാണിച്ചതുമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും യേശു മാപ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, ദാറ്റ് ഈസ് സെറ്റിൽഡ് വൺസ് ഫോർ ഓൾ. പീസ്. രണ്ടാമത് അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി. ദാറ്റ്സ് പവർ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ലോഡ് ചെയ്ത ഒരു ബാറ്ററി, ചാർജ് ഉള്ള ഒരു ബാറ്ററി പ്രവർത്തിക്കുന്നത് പോലെ, ഊർജം തരുന്നത് പോലെ നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ധൈര്യവും ശക്തിയും നമുക്ക് നൽകുകയാണ്. മൂന്നാമതായിട്ട് പർപ്പസ്. എന്തിനു വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു, എന്തിനു വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ദൗത്യ അവബോധം കൊടുത്തു. അങ്ങനെ 3 ദാനങ്ങൾ വഴി ഈ അമ്പയെ പരാജയപ്പെട്ടു പോയ ഈ ശിഷ്യ സമൂഹത്തെ യേശു വീണ്ടും തിരികെ കൊണ്ടുവരികയും ശിഷ്യത്വത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സുവിശേഷമാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ചത്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ യേശു ആദ്യ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഞായറാഴ്ചയാണ്. പിന്നെ 8 ദിവസങ്ങൾക്ക് ശേഷം വേറൊരു ഞായറാഴ്ചയാണ് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച തന്നെ നമ്മുടെ ശിഷ്യ സമൂഹം ഒരുമിച്ച് കൂടുന്നതും പരിശുദ്ധ കുർബാനയും വചനഘോഷണവും ഒക്കെ നടത്തുന്നത്? ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ യേശു തന്നെയാണ് ഈ പതിവ് ആരംഭിച്ചത്. നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഇടവകയിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നു,
അവിടെ ഒരു വൈദികൻ്റെ നേതൃത്വത്തിൽ കുർബാന അർപ്പിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, വചനം പങ്കുവയ്ക്കുന്നു. സൺഡേ സ്കൂൾ വഴിയായിട്ട് കുട്ടികൾക്ക് വിശ്വാസ കൈമാറ്റം നടത്തുന്നു. നമ്മുടെ കുടുംബങ്ങൾ ഒത്തുചേരുന്നു. അവരെ ഉടനടി വീട്ടിൽ പോകല്ല, പള്ളിയുടെ മുറ്റത്ത് ഇറങ്ങി നിന്ന് അവർ കുശലം അന്വേഷിക്കുന്നു, രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നു, പരസ്പരം അവരുടെ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ സഹാനുഭൂതിയും ഒക്കെ പ്രകടമാക്കും. അങ്ങനെ ഓരോ ഞായറാഴ്ചയും കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിശ്വാസത്തിൽ ബലപ്പെടുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:25 നാം ഇങ്ങനെ വായിക്കുന്നത്: ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നിങ്ങളുടെ സഭാ യോഗങ്ങൾ ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ആ ദിനം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഞായറാഴ്ചയാണ്. ആ ദിനം അടുത്തു വരുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ഒരുമിച്ച് പള്ളിയിൽ പോകണം. നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ആരെങ്കിലും ഒരുത്തൻ മടി പറയും, എന്നാൽ ബാക്കിയുള്ളവർ സമ്മതിക്കുകയില്ല. ഒരുമിച്ച് പള്ളിയിൽ പോവുക, അതിന് ഒരു പ്രത്യേകമായ അർത്ഥമുണ്ട്. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത് ഞായറാഴ്ചയിലെ നമ്മുടെ സഭാ യോഗങ്ങളിലാണ്. ഞാനൊരു 3 വർഷത്തോളം കാലം ജർമ്മനിയിൽ ഒരു പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. ആ സമയത്ത് ഫ്രൈബൂർഗ് ആർച്ച് ഡയസിലെ മെത്രാൻ അയച്ച ഒരു കൽപ്പനയിലെ ഒരു വാക്യം മാത്രം ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സാന്നിധ്യം അനേകരെ വളർത്തുന്നു. നിങ്ങളുടെ അസാന്നിധ്യം അനേകം പേരെ തളർത്തുന്നു. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പള്ളിയിൽ ഞായറാഴ്ച പോകുന്നത്. എൻ്റെ അസാന്നിധ്യത്തിൽ തളരുന്ന പലരുണ്ട്. അവരെക്കുറിച്ച് എനിക്ക് ചിന്ത വേണം. മാതാപിതാക്കന്മാർ മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെ പള്ളിയിലും സൺഡേ സ്കൂളിലും കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും ഒക്കെ പോകും എന്ന് നമ്മൾ കരുതരുത്. മാതാപിതാക്കന്മാർക്ക് വേണ്ടാത്തത് എന്തിന് കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു? അത് എഡിഫിക്കേഷൻ നമ്മൾ പറയാറുണ്ട്. പടുത്തുയർത്തുക, എഡിഫിക്കേഷൻ. അടുത്ത തലമുറയെ, വിശ്വാസികളുടെ തലമുറയെ നമ്മൾ പടുത്തുയർത്തുകയാണ്. അവരുടെ വിശ്വാസ കൈമാറ്റം നടത്തി നാളത്തെ സഭയെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുകയാണ്. അതിനാൽ കർത്താവിൻ്റെ സാന്നിധ്യം ശിഷ്യ സമൂഹത്തിന് കിട്ടിയ ഞായറാഴ്ച ഒരു അനുഗ്രഹീത ദിനമായിട്ടെടുക്കുകയും അതിൻ്റെ പരിപാവനത മറ്റ് ലൗകിക കാര്യങ്ങൾ, പന്ത് കളിക്കുന്ന നല്ലതാണ്, പക്ഷേ പല കോച്ചിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും കൊണ്ട് ഞായറാഴ്ച വെക്കും. പെണ്ണ് കാണാൻ പോവുക, എന്നാൽ പെണ്ണ് കാണാൻ പൊക്കോട്ടെ, കുർബാന കഴിഞ്ഞിട്ട് പോകുന്നതിൽ കുഴപ്പമില്ല. രോഗി സന്ദർശനം ഞായറാഴ്ച നടത്താൻ പറ്റിയൊരു സമയമാണ്. അത് കുർബാനയ്ക്ക് ശേഷം ചെയ്യുക. അപ്പോൾ ഒരു പ്രയോറിറ്റി നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കുകയും ഞായറാഴ്ച ദിവസം മറ്റനേകം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം സ്റ്റഫ് ചെയ്തിട്ട് ദൈവത്തോടുള്ള നമ്മുടെ കടമ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.